വയനാട് ചുരത്തിൽ 6ാം വളവിൽ കൊക്കയിലേക്ക് പതിച്ച മണ്ണുമാന്തി യന്ത്രം ഉയർത്തുന്നത് താൽക്കാലികമായി നിർത്തി. വമ്പൻ സംവിധാനങ്ങളും ആസൂത്രണവും വേണമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പുതിയ ഖലാസി സംഘം എത്തി പരിശോധിച്ച ശേഷം ഉയർത്താനുള്ള പദ്ധതി പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും നൽകും. അതനുസരിച്ചായിരിക്കും ചുരം റോഡിലെ ഗതാഗതം തടഞ്ഞ് മണ്ണുമാന്തി യന്ത്രം ഉയർത്തുക. AK അഭിലാഷ് ചേരുന്നു ചുരത്തിൽ നിന്നും. അഭിലാഷ്, അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിരിക്കുന്നത്. ഇനി എപ്പോൾ തുടങ്ങും, എങ്ങനെ തുടങ്ങും? ശ്രുതി, തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെ അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വലിയൊരു മണ്ണുമാന്തി യന്ത്രം ഈ 6ാം വളവിൽ നിന്ന് താഴോട്ട് പതിച്ചിരിക്കുന്നത്. 6, 7, 8 വളവുകളുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ്. അതിന്റെ സുരക്ഷാ ഭിത്തി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് താഴെ നിന്ന് ഇത്തരത്തിൽ അവിടെ നിലമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് എത്തിച്ചത്. അതിനിടെ ഈ 6ാം വളവ് തിരിഞ്ഞ് വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ 6ാം വളവിന്റെ താഴ്ഭാഗത്ത് ഏതാണ്ട് ഇവിടെ എത്തുന്ന ഘട്ടത്തിലാണ് ഈ മണ്ണുമാന്തി യന്ത്രം അതിന്റെ നിയന്ത്രണം വിട്ട് ഇതാ താഴോട്ട് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇടിച്ചാണ് ഈ മണ്ണുമാന്തി യന്ത്രം താഴോട്ട് പോയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ഏതാണ്ട് 50-60 അടിയിലേറെ താഴ്ചയിലാണ് ഇപ്പോൾ അത് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രമുള്ളത്. ഇതിനെ ഉയർത്താനുള്ള ശ്രമം ഇന്ന് രാവിലെ നടത്തുമെന്നായിരുന്നു അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് ചുരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഉണ്ടാവുമെന്നും അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ഖലാസികൾ ഇവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് മുകളിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് വമ്പൻ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ മുകളിലേക്ക് ഉയർത്താൻ കഴിയൂ എന്ന് അവർ പറയുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ആ സംവിധാനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇനി നടത്തേണ്ടത്. കാരണം അവർ ഇവിടെ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കണം, അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്ത് എവിടെ വടം കെട്ടി ഇതിനെ മുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തെയും അറിയിക്കും. അതിനുശേഷമായിരിക്കും ഇത് ഇനി എന്നാണ് ഉയർത്താൻ കഴിയുക എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുക. ഏതായാലും ഇപ്പോൾ 50-60 അടി താഴ്ചയിലാണ് ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രമുള്ളത്. ഇവിടെ നിലമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ഇവിടേക്ക് എത്തിച്ചത്. നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാം, പല മരങ്ങളടക്കം മുറിച്ചിട്ടിരിക്കുന്നു. നിലമൊരുക്കുന്നതിന്റെ ഭാഗമാണ്. ഇവിടെ കൂടുതൽ വീതി കൂട്ടിയിട്ട് വേണം ഇവിടെ റോഡ് നിർമ്മിക്കേണ്ടത്. ഏറ്റവും വീതി കുറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഈ 6, 7, 8 വളവുകൾ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ വീതി കൂട്ടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതേസമയത്ത് ഈ വാഹനത്തിലുണ്ടായിരുന്ന, അതായത് മണ്ണുമാന്തി യന്ത്രത്തിലുണ്ടായിരുന്ന ആൾ ഈ മണ്ണുമാന്തി യന്ത്രം മറയുന്ന ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് ചാടിയത് കൊണ്ട് തന്നെ അയാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ നിർമ്മാണ പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ മണ്ണുമാന്തി യന്ത്രം പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഏതായാലും ദേശീയപാതയുടെ ഈ ഭാഗത്തെ പ്രവൃത്തി ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് പുറത്തെത്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ മറ്റ് പ്രവൃത്തികൾ നടക്കുക. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഇത് ഉയർത്തുകയാണെങ്കിൽ ഈ ദേശീയപാത പൂർണ്ണമായും അടച്ചിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് എത്ര മണിക്കൂർ വേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. അത്ര എളുപ്പമല്ല കാര്യം എന്നുള്ളതാണ്. അതിന് വലിയ സംവിധാനങ്ങൾ വേണം, ആസൂത്രണം ചെയ്യണം. ഇതൊക്കെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്താൻ കഴിയൂ. എന്തായാലും ഖലാസി സംഘം പുതിയതായിട്ട് എത്തുന്നുണ്ട്. അവർ കൂടി പരിശോധിച്ച ശേഷമാണ് ഇനിയൊരു നീക്കത്തിലേക്ക് നടക്കുക. AK അഭിലാഷാണ് ചുരത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.